എന്റെ കസ്റ്റഡിയിലാണ്. വീർ, നിന്റെ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ബട്ടൺ പ്രസ് ചെയ്തേക്ക്. നീ സ്വയം അങ്ങ് നശിച്ചു പോ, ഇല്ലെങ്കിൽ നിന്റെ ഈ കൂട്ടുകാരിയെ ഞാൻ നശിപ്പിക്കും. വേഗമായിക്കോട്ടെ വീർ, നിന്റെ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ബട്ടൺ പ്രസ് ചെയ്യുക, എന്നിട്ട് സ്വയം നശിച്ചു പോവുക വേഗം. അല്ലെങ്കിൽ ഇമിലിയെ ജീവനോട് ഒരിക്കലും നീ കാണില്ല. നിങ്ങൾ പറയുന്ന പോലെ ചെയ്തേക്കാം ബോസ്. അപ്പൂപ്പ, എമിലി, വീർ ഞാനാണ്. ഞാൻ മാഡ് മാക്സിനെ അവന്റെ വഴിയിൽ ചെന്ന് തോൽപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് വീറിനെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ലെന്നാ തോന്നുന്നത്. ഞാൻ ഒരിക്കലും തോറ്റ് പിന്മാറില്ല. ചുൽബുൾ, ഞാനിവിടെ എന്തെടുക്കാ? സോറി വീർ, ഇതിനെല്ലാത്തിനും കാരണം ഞാൻ ഒരുത്തനാണ്. ഐ ആം സോറി. സാരമില്ല, സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. ഫുർസത്ത് ഗഞ്ചിലെ ജനങ്ങൾക്ക് പഴയതെല്ലാം മറന്നു പോകട്ടെ. അവർ കണ്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ മറന്നു പോകട്ടെ. മാഡ് മാക്സും ടിംബക്ടുവും എല്ലാം മറക്കട്ടെ. നീ ജിന്നാണെന്നും മറക്കട്ടെ. നീ വീറിന്റെ 7 ക്ലോൺസ് ഉണ്ടാക്കിയ കാര്യവും മറക്കട്ടെ. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തികിടം ദം ദമാദം. എല്ലാവരും ആ സമയം മറക്കട്ടെ. വീർ പറഞ്ഞതെല്ലാം നടക്കട്ടെ. വാ ചിണ്ടു, ഇപ്പൊ നമുക്ക് നിന്റെ ചാട്ടുകടയിലേക്ക് പോകാം. ടിംബക്ടു, നീ ഇവിടെ എന്താടാ ചെയ്യുന്നത്? നീ ഇവിടെ ഒരു പലഹാരക്കട തുടങ്ങിയോ? എന്താണ് നീ എന്നോട് പറയാതിരുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ബോസ്. അല്ല, ഇത് ഞാൻ എപ്പോഴാ തുടങ്ങിയത്? അതുപോലെ എന്തിനാ തുടങ്ങിയത്? ഞാൻ തന്നെ ആകെ കുഴപ്പത്തില്ല. അല്ല, ഞാൻ എങ്ങനെയാ ഇവിടേക്ക് വന്നത്? സോറി ബോസ്, സോറി. ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അല്ല, ഈ കട ആരുടേതാ സഹോദര? ഇതങ്ങ് ഏറ്റെടുത്തോ? ഇത് മൊത്തം നീ തന്നെ എടുത്തു. ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടുവാണ്. എനിക്ക് അറ്റാക്ക് ചെയ്യാനും പറ്റും, എനിക്ക് ജയിക്കാനും പറ്റും. ബോസ്, ഞാനിതാ തിരിച്ചു വരികയാണ് ബോസ്. വാ വാ, എന്റെ കൂടെ വന്നിരുന്ന് ഫോട്ടോ എടുത്തോ വേണമെങ്കിൽ. ഇതുപോലൊരു ചാൻസ് വീണ്ടും എനിക്ക് കിട്ടിയെന്ന് വരില്ല. റോബോബോയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ചോദിച്ചാൽ പിന്നെ നിന്നെ രക്ഷിക്കാൻ ഞാൻ അന്യായത്തോട് പോരാടില്ല. ഓഹോ, ഇവനൊരിക്കലും നന്നാവില്ലെന്നാ തോന്നുന്നേ. നോക്ക് ചിണ്ടു, നടന്ന കാര്യമെല്ലാം അവൻ മറന്നു പോകണം. വണ്ടിക്കൊന്നും ഓർമ്മയുണ്ടാകരുത്, ജനങ്ങൾക്ക് ഓർമ്മയുണ്ടാകരുത്. എന്റെ കയ്യില് ചോക്ലേറ്റ് ഇത് എവിടെന്നാ വന്നത്? അതെന്റെ ചോക്ലേറ്റ് ആണ്. നിക്കടാ കൊച്ചു കള്ള, നീ ചോക്ലേറ്റ് അടിച്ചു മാറ്റി പോവല്ലേ? നിക്കടാ അവിടെ, നിക്കടാ. ഞാൻ ആരെയും വേദനിപ്പിക്കില്ല. ഞാൻ ഒറിജിനൽ സിംഹമല്ല, ഡമ്മി സിംഹമാണ്. എന്റെ ഗർജന ശബ്ദം റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. പിന്നെ എന്റെ ഈ കോസ്റ്റ്യൂം, ഇത് കാണാൻ ശരിക്കും ഒറിജിനൽ പോലെ തന്നെ ഉണ്ടല്ലേ? അടിപൊളി, റിയൽ ആയിട്ടുണ്ട്. വെരി ഗുഡ് എൻട്രി. അതെ അതെ, എക്സലന്റ്. വാ.
ഈ മനുഷ്യന്മാർ നമ്മൾ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് മോട്ടർ കൊടുക്കൂ രാജാവേ. ആനകൾ കൂട്ടമായിട്ട് ചെന്ന് മനുഷ്യന്മാരുടെ വീടൊക്കെ അടിച്ചു തകർക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ആനയെ ചെല്ലു. എന്നിട്ട് സിറ്റിയിലുള്ള മനുഷ്യരുടെ വീട് മുഴുവൻ അടിച്ച് പൊളിക്ക, നശിപ്പിക്ക. വേണ്ട വേണ്ട, ഞങ്ങളുടെ വീടൊക്കെ പൊളിച്ചു കഴിഞ്ഞാൽ ഞാനും എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എങ്ങോട്ട് പോവും? ഇത് തന്നെയല്ലേ ഞാൻ മൃഗങ്ങളുടെ കാര്യത്തിലും പറഞ്ഞത്. നീ ഈ കാട് വെട്ടി നശിപ്പിച്ചാൽ ഈ മൃഗങ്ങളും അതിന്റെ കുഞ്ഞുങ്ങളും എങ്ങോട്ട് പോകും? ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ചെയ്ത് തെറ്റിയപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ഒരിക്കലും ഞങ്ങൾ കാട് നശിപ്പിക്കില്ല. ഇത് നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ്. ചാട്ട് കഴിക്കാം, വരൂ. എല്ലാ നാടകവും കൊള്ളാമായിരുന്നു. പക്ഷേ കാടിന്റെ ആ നാടകം അത് നമുക്കൊരു ലെസൺ ആയിരുന്നു. ഒരു ഗുരുതരമായ പ്രശ്നത്തിന് പരിഹാരം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞു തന്നു. ശരിക്കും അവരെ പ്രശംസിക്കേണ്ടതാണ്. ആ നാടകത്തിന് ഞാൻ ഫസ്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്യുന്നു. താങ്ക് യു സർ. വീർ, നീ എവിടേക്കാ ധൃതി വെച്ച് പോകുന്നത്? നിന്റെ വീട്ടിലേക്ക് ഒരുപാട് ദൂരമില്ലേ? എന്തായാലും ഒരു ചാട്ട് കഴിച്ചിട്ട് പോകൂ. എന്റെ അമ്മച്ചി, ആനക്കോണ്ട, ഒറിജിനൽ സിംഹം. അയ്യോ, എടാ ബണ്ടി, അത് ഡമ്മി സിംഹമാണ്. നിൽക്കവിടെ, നീ എങ്ങോട്ടായി ഓടുന്നത്? You are welcome, Emily. ചിണ്ടു, നീ ആവശ്യമില്ലാതെ മാജിക് പവർ കാണിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. ഇവന്റെ വയറിനകത്ത് ഒരുപാട് പേരുടെ കാശും ആഭരണങ്ങളുമുണ്ട്. എത്രയും പെട്ടെന്നെല്ലാം പഴയതുപോലെ മാറ്റ്. ഇത് റിക്വസ്റ്റ് ആണോ അതോ ഓർഡർ ആണോ? ഇത് ഞാൻ തരുന്ന ഓർഡർ ആണ്. എന്നാ പിന്നെ ഞാനത് ചെയ്തേ പറ്റൂ. മാസ്റ്ററുടെ ഓർഡർ ജിന്നിന് ഒരിക്കലും അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഏതാണ്ട് ഒരു സ്വപ്നം കണ്ടതുപോലെയുണ്ട്. എന്റെ പിഗ്ഗി ബാങ്ക് ഓടിപ്പോയതുപോലെ തോന്നുന്നു. പിന്നെ അവൻ എല്ലാവരുടെയും ജ്വല്ലറീസ്, പേഴ്സ്, കോയിൻസ് ഒക്കെ കഴിക്കുമായിരുന്നല്ലേ? അവൻ നിന്നെ അടിച്ചങ്ങ് പുറത്താക്കിയല്ലേ? പിന്നെ റോബോ ബോയ് വന്ന് അവന്റെ കൂടെ ഫൈറ്റ് ചെയ്തല്ലേ? അതൊക്കെ നിനക്ക് അറിയാം. എടാ ബണ്ടി, ചില സമയത്ത് നമ്മൾ എല്ലാവരും ഒരേപോലത്തെ സ്വപ്നങ്ങളാ കാണുന്നത്. എന്ത് ഒരേപോലെയുള്ള സ്വപ്നം കാണുന്നെന്നോ? എനിക്ക് എന്തുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നത്? എല്ലാരും ചേർന്ന് എന്നെ മണ്ടനാക്കിയതുപോലെ തോന്നുന്നു.